നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.4ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 10 മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് എക്സ് ഈസ് ഇക്വൽ ടു സെറ്റ് എ ബി സി ഡി വൈ ഈസ് ഇക്വൽ ടു എഫ് ബി ഡി ജി ഫൈൻഡ് എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? വൈയിലുള്ള ഏതെങ്കിലും എലമെൻസുകൾ എക്സിലുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് ബാക്കിയുള്ളത് എഴുതുന്നതാണ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈയിലുള്ള ഏതെങ്കിലും എലമെൻസുകൾ എക്സിലുണ്ടോ? ഓക്കെ, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്ത് വരും? സെറ്റ് എ ബി സി ഡി മൈനസ് എഫ് ബി ഡി ജി ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ? ബി ദാ ഇവിടെ ഉണ്ടല്ലേ, പിന്നെ ഡി ഉണ്ട്. ഇത് രണ്ടും മാറ്റിയിട്ട് ബാക്കിയുള്ളത് വരുന്നതാണ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത്. അടുത്തത് വൈ മൈനസ് എക്സ് എന്ത് വരും? വൈ മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു എഫ് ബി ഡി ജി മൈനസ് എ ബി സി ഡി ഈസ് ഇക്വൽ ടു, ഈ എ ബി സി ഡിയിൽ ഏതാണ് ഇവിടെ ഉള്ളത്? ഡി ഉണ്ടല്ലേ. നിങ്ങളിങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ട കേട്ടോ, ഞാൻ എഴുതാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ബി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? എഫും ജിയും. അടുത്തത് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് ഇൻ്റർസെക്ഷൻ വൈ. അപ്പോൾ എന്ത് വരും? എ ബി സി ഡി ഇൻ്റർസെക്ഷൻ എഫ് ബി ഡി ജി. രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ ഏത് വരും? ബി ഉണ്ട് ഡി ഉണ്ട്. സെറ്റ് ബി ഡി രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ് ഇൻ്റർസെക്ഷൻ. ഇനി അടുത്തത്, ഇഫ് ആർ ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ക്യൂ ഈസ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ദെൻ വാട്ട് ഈസ് ആർ മൈനസ് ക്യൂ. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ? റിയൽ നമ്പേഴ്സ് നമ്മൾ 9th പഠിച്ചതാണ്. റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പേഴ്സും കൂടെ ചേരുന്നതാണ് എന്ത്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിൽ നിന്ന് റാഷണൽ നമ്പർ അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിയൽ നമ്പർ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ പ്ലസ് ഇറാഷണൽ ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് റാഷണൽ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? ഇറാഷണൽ നമ്പറാണ് കിട്ടുക അല്ലേ? ഇറാഷണൽ നമ്പറിനെ ഈക്വൽസിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ റിയൽ മൈനസ് റാഷണൽ ആകും. അതുതന്നെയാണ് നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? ഇറാഷണൽ നമ്പർ കിട്ടും. അപ്പോൾ ആർ മൈനസ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ടി ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. 2, 3, 4, 5 ആൻഡ് 3, 6 ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് വരണം? നൾ സെറ്റ് വരണം അല്ലേ? ഇവിടെ ഡിസ്ജോയിൻറ്റ് സെറ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പം എന്ത് കിട്ടും നമുക്ക്? 3 കിട്ടും. അപ്പോൾ ഇത് ഡിസ്ജോയിൻ്റ് ആണോ? അല്ല. അപ്പോൾ ഇതെന്താണ്? ഫോൾസ് ആണ്. റീസൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2, 3, 4, 5 ഇൻ്റർസെക്ഷൻ 3, 6 ഇസ് ഇക്വൽ ടു എന്ത് വരും? സെറ്റ് 3 എന്ന് കിട്ടും. ഇതെന്തല്ല? നൾ സെറ്റ് അല്ല. നൾ സെറ്റ് ആണെങ്കിലേ ഡിസ്ജോയിൻ്റ് ആവത്തുള്ളൂ. അടുത്തത്, ഇത് ഡിസ്ജോയിൻ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഡിസ്ജോയിൻ്റ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ എ കോമൺ ആയിട്ട് വരും. സോ ദിസ് ഈസ് ഫോൾസ്. അപ്പോൾ റീസൺ എന്തെഴുതാം? എ ഇ ഐ ഒ യു ഇൻ്റർസെക്ഷൻ എ ബി സി ഡി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് എ കിട്ടും. ഇത് നൾ സെറ്റ് അല്ല. ഇവിടെ ബിക്കോസ് എഴുതിക്കോണേ. ബിക്കോസ് രണ്ടിടത്ത്. അടുത്തത്, ഇതും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ട്രൂ ആണ്. ബിക്കോസ് എന്ത് പറയാം?
2, 6, 10, 14 ഇൻ്റർസെക്ഷൻ 3, 7, 11, 15 എന്ത് വരും? നൾ സെറ്റാണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഡിസ്ജോയിൻ്റ് ആണ്. ഇത് ഡിസ്ജോയിൻ്റ് ആണോ? ആണല്ലേ, കോമൺ ആയിട്ടൊന്നുമില്ല. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. റീസൺ എന്തെഴുതാം? ബിക്കോസ് 2, 6, 10 ഇൻ്റർസെക്ഷൻ 3, 7, 11 ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. അതുകൊണ്ട് ഇത് ട്രൂ ആണ്. അപ്പോൾ നമ്മുടെ എക്സസൈസ് 1.4 ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.